എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം. അപ്പം CPU ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണിത് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം. റൗണ്ട് റോബിൻ ഈസ് ദി പ്രീഎംപ്റ്റീവ് പ്രോസസ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് എന്താണ്? ഒരു പ്രീഎംപ്റ്റീവ് പ്രോസസ്സ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. ഇവിടെ റൺ സ്റ്റേറ്റിൽ നിൽക്കുന്ന പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പിലെ റെഡി സ്റ്റേറ്റിലേക്ക് വിടുന്ന ഒരു ട്രാൻസിഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, മോഡ് പ്രീഎംപ്റ്റീവ് ആവുന്നത്. Then each process is provided a fixed time to execute. It is called a quantum. Once a process is executed for a given time period, it is preempted and other process executes for a given time period. അതായത് ഇവിടെ എക്സിക്യൂഷൻ വരുന്ന ഓരോ പ്രോസസ്സിനും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. എന്താണ്? എക്സിക്യൂഷൻ വരുന്ന ഓരോ പ്രോസസ്സിനും എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ആ പർട്ടിക്കുലർ ടൈം പീരീഡ് ആണെന്ത്? ക്വാണ്ടം എന്ന് അറിയപ്പെടുന്നത്. സോ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് അല്ലേ, ആ ടൈം സ്ലൈസ് ആണെന്ത്? ക്വാണ്ടം എന്ന് അറിയപ്പെടുന്നത്. ആ പർട്ടിക്കുലർ ടൈം പീരീഡിന്റെ ഉള്ളിൽ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യും. ആ ടൈം എക്സ്പയർ ആയി കഴിഞ്ഞാൽ അല്ലേ, അതായത് ആ ടൈം ക്വാണ്ടം എക്സ്പയർ ആയി കഴിഞ്ഞാൽ പ്രോസസ്സ് എന്ത് ചെയ്യും? CPU നിന്ന് പ്രീഎംപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് റെഡി ക്യൂവിൽ ഏത് പ്രോസസ്സാണോ ആ പ്രോസസ്സായിരിക്കും എന്ത് ചെയ്യുക, നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം എന്താണ്? സീറോത്ത് ടൈം അല്ലേ. സീറോത്ത് ടൈമിൽ ഏതാ വരുന്നത്? P1 ആണ് വരുന്നത്. P1 ടോട്ടൽ എത്ര എക്സിക്യൂട്ട് ഉള്ളത്? 7 യൂണിറ്റ് ആണല്ലേ. ഇതിന്റെ എത്ര ടൈം കൊണ്ട് എത്രയാണ്? 5 യൂണിറ്റ് ആണ്. സോ P1 എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സോ P1 എന്ത് ചെയ്യും? അതിന്റെ 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കി എത്ര വരുന്നത്? ബാക്കി 7 5 പോയാൽ 2 യൂണിറ്റ് ഉണ്ടാവും അല്ലേ. ദെൻ ഈ P1 എന്ത് ചെയ്യും? ഈ നമ്മുടെ റെഡി ക്യൂലേക്ക് മൂവ് ചെയ്യും. ദെൻ ടൈം 1ൽ ആര് വരുന്നുണ്ട്? P2 വരുന്നുണ്ട്. P2 ആകെ എക്സിക്യൂട്ട് എത്രയേ ഉള്ളൂ? 4 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൂ. സോ P2 എന്ത് ചെയ്യും? അതിന്റെ 4 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ആവും. ദെൻ P3 ആണ് അല്ലേ. ടൈം 2ൽ എന്ത് ചെയ്യും? P3 വരുന്നുണ്ട്. ദെൻ P3ക്ക് എത്രയാണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്? 15 യൂണിറ്റ് ആണ്. സോ അതിന്റെ എന്ത് ചെയ്യും? 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കി എത്ര നമുക്ക് കിട്ടുക? ബാക്കി 10 യൂണിറ്റ് ഉണ്ടാവും അല്ലേ. സോ P3 എന്ത് ചെയ്യും? അതിന്റെ 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ബാക്കി 10 ഇല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് റെഡി ക്യൂലേക്ക് പോകും. P3 റെഡി ക്യൂലേക്ക് പോകും. ദെൻ ടൈം 3ൽ ആര് വരുന്നുണ്ട്? P4 വരുന്നുണ്ട്. P4 എത്രയാണ് എക്സിക്യൂട്ട് ചെയ്യുള്ളത്? 11 യൂണിറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ അതിന്റെ എന്ത് ചെയ്യും? 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കി എത്ര യൂണിറ്റ് ഉണ്ടാവും? 6 യൂണിറ്റ് ഉണ്ടാവും. സോ P4 എന്ത് ചെയ്യും? അതിന്റെ 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? റെഡി ക്യൂലേക്ക് മൂവ് ചെയ്യും. ദെൻ ടൈം 4 എത്തുമ്പോൾ ആര് വരുന്നുണ്ട്? P5 വരുന്നുണ്ട്. P5 ടോട്ടൽ 20 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. സോ അതിന്റെ 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 15 യൂണിറ്റ് ഉണ്ടാവും. ദെൻ P5 എന്തിലേക്ക് മൂവ് ചെയ്യും? റെഡി ക്യൂലേക്ക് മൂവ് ചെയ്യും. ദെൻ ടൈം 4 ആകുമ്പോൾ ആരും കൂടെ വരുന്നുണ്ട്? P6 കൂടെ വരുന്നുണ്ട് അല്ലേ. P6 എത്ര യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളത്? 9 യൂണിറ്റ് ആണ്. സോ ടൈം 4ൽ എന്ത് ചെയ്യും? P6 അതിന്റെ 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 4 യൂണിറ്റ് ഉണ്ടാവും. സോ P6 എന്ത് ചെയ്ത്? എക്സിക്യൂട്ട് ചെയ്ത്. ദെൻ അടുത്ത സൈക്കിൾ എന്ത് ചെയ്യും? ആരാണ് എക്സിക്യൂട്ട് ചെയ്യുക? റെഡി ക്യൂല് ആദ്യത്തെ P1 ആണ് എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ P1 എത്ര എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്? 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ P1 എന്ത് ചെയ്യും? അതിന്റെ 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ആവും. ദെൻ റെഡി ക്യൂല് ആരാ ഉള്ളത്? പിന്നെ P3 ആണ് ഉള്ളത് അല്ലേ. P3ക്ക് എത്ര യൂണിറ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്? 10 യൂണിറ്റ് ഉണ്ട്. അതിൽ 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സോ P3 എന്ത് ചെയ്യും? അതിന്റെ 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അത് റെഡി ക്യൂലേക്ക് പോകും. ദെൻ നെക്സ്റ്റ് ഏതാണ്? P4 അല്ലേ. P4 എന്ത് ചെയ്യും? അതിന്റെ 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കി എത്ര ഉണ്ടാവുക? 1 യൂണിറ്റ് ആണ് ഉണ്ടാവുക. സോ P4 എന്ത് ചെയ്യും? റെഡി ക്യൂലേക്ക് മൂവ് ചെയ്യും. ദെൻ റെഡി ക്യൂൽ അടുത്ത ഏതാണുള്ളത്? P5 ആണുള്ളത് അല്ലേ. P5 എന്ത് ചെയ്യും? അതിന്റെ 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബാക്കി എത്ര വരിക? 10 ആണ് വരിക. ദെൻ P6 ആണ് റെഡി ക്യൂ ഉള്ളത്. P6 എന്ത് ചെയ്യും? അതിന്റെ ബാക്കി 4 യൂണിറ്റേ ഉള്ളൂ. ആ 4 യൂണിറ്റ് എന്ത് ചെയ്യും? ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. P6 കംപ്ലീറ്റ് ആവും. ദെൻ റെഡി ക്യൂല് പിന്നെ ഏതാ വരുന്നത്? P3 ആണ് വരുന്നത് അല്ലേ. P3ക്ക് ബാക്കി എത്ര ഉണ്ട്? ബാക്കി 5 യൂണിറ്റ് എക്സിക്യൂട്ട് ഉണ്ട്. സോ P3 എന്ത് ചെയ്യും? 5 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ആവും.
ദെൻ പിന്നെന്താ വരുന്നത് റെഡിക്യൂല്? അത് P4 ആണ് വരുന്നത്. P4 എന്ത് ചെയ്യും? അതിന്റെ ഒരു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതെന്താവും? കംപ്ലീറ്റ് ആവും. P5 മാത്രമേ പിന്നെ ഉള്ളൂ. സോ അത് അതിന്റെ 10 യൂണിറ്റും എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? റൗണ്ട് റോബിൻ ഷെഡ്യൂളിങ് വർക്ക് ചെയ്യുക.